ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്ന് നമുക്ക് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന നെയ് പായസം റെസിപ്പി നോക്കാം കേട്ടോ. അപ്പം അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പായസത്തിന് ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ അല്ലേ. അപ്പം ഇന്ന് നമുക്ക് അതുപോലൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പം ഈ പായസം വെക്കുന്നതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് ഉണങ്ങല്ലരിയാണ്. അപ്പോൾ ഉണക്കലരി എന്നാണ് പറയുക. ഇത് സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലൊക്കെ എല്ലായിടത്തും കിട്ടും. അപ്പോൾ നമ്മളിത് 1.5 ഗ്ലാസ് ഉണങ്ങലരിയാണ് പായസത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമുക്കിത് നന്നായിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതിന് നമുക്ക് വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. കുറുകി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി, അതായത് അമ്പലങ്ങളിലൊക്കെ കിട്ടുമ്പോൾ അധികം വെള്ളത്തോട് കൂടിയുള്ള പായസം ഒന്നുമല്ലല്ലോ കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഗ്ലാസ് 6 ഗ്ലാസോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഞാൻ 3 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വറ്റി വരുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും ഒന്ന് തിളപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അരിയൊക്കെ ഇതാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നപ്പോഴേക്കും വെള്ളത്തിൻ്റെ അളവ് മൊത്തം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഈ നെയ്പായസം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ കഠിന പായസം വേഗം ഒരുപാട് മധുരം ആയതുകൊണ്ട് നമുക്ക് വേഗം മടുക്കും. പക്ഷേ ഇങ്ങനത്തെ പായസം നമുക്ക് ഒരിക്കലും മടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് പാകമാക്കിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ ശർക്കര പാനിയൊന്നും ആക്കിയിട്ടല്ല ഞാൻ ഒഴിക്കണത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസത്തിൽ ഇപ്പോൾ അവർ പാനിയായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണില്ലല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ശർക്കര ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പായസത്തിന് യഥാർത്ഥ രുചി കൂടാൻ ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഇതാ ഞാൻ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കളറൊക്കെ മാറി വരും. അപ്പോൾ ഇതുപോലെ ആയി വരും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നാളികേരം ഇങ്ങനെ ചിരകിയിട്ട് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് പിഴിഞ്ഞെടുത്ത് പാല് ചേർക്കാവുന്നതുമാണ്. അപ്പം ഞാനിവിടെ നാളികേരം ചിരകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ നാളികേരം ചിരകിയിട്ടിട്ടാണ് പായസത്തിൽ കാണാറുള്ളത്. അപ്പം ഇങ്ങനെയാണ് പായസം അവിടെ നിന്നൊക്കെ കിട്ടാറുള്ളത് കേട്ടോ. അപ്പം പായസമൊക്കെ നന്നായിട്ട് നാളികേരും ശർക്കരയും ഒക്കെ കൂടിയിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി അതും ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പായസത്തിൽ കിടന്ന രുചി കൂടുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് 2 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടോടെ ഈ പായസത്തിലേക്ക് നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ല ഒരു മണം വരും കേട്ടോ. അപ്പോൾ നല്ല മണവും രുചിയും ഒക്കെയുള്ള നെയ്പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറഞ്ഞേക്കണേ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഈ നെയ്യുണ്ടല്ലോ, അത് നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ച നെയ്യാണ്. അപ്പോൾ അത് ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പായസത്തിൽ കുറച്ച് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പോലെ കുറച്ച് തെച്ചിപ്പൂവും തുളസിയും ഒക്കെ വിതറി ആ തുളസിയുടെ മണവും തെച്ചിയുടെ മണവും ഇതൊക്കെ വീട്ടിലത്തെ മുറ്റത്തുനിന്ന് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ വിഷമൊന്നും അടിക്കാത്ത തെച്ചിപ്പൂവും തുളസിയും ഒക്കെയാണ്. അപ്പോൾ നന്നായി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സദ്യ സ്പെഷ്യൽ നെയ്പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്